നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. സ്ഥലത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും കളക്ടർ ആശയവിനിമയം നടത്തി. ചുരം പാതയിൽ നിലവിൽ അപകട ഭീഷണിയില്ല. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ജിയോളജിസ്റ്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ, തഹസിൽദാർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘം വിശദ പരിശോധന നടത്തിയിരുന്നു. അതേസമയം മഴ ശക്തമായാൽ വീണ്ടും പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ കാരണം നിലവിൽ റോഡിന് പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തും. നിലവിൽ ചെറുവാഹനങ്ങൾ ചുരം വഴി കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ട്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം തുടരും. ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തും. ഇവിടെ വാഹനം നിർത്തി സമയം ചിലവിടുന്നത് നിരോധിക്കും. സ്ഥലത്ത് ഫയർഫോഴ്സ്, പോലീസ് നിരീക്ഷണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അടർന്നു നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യുന്ന കാര്യം വിശദ പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കും. പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുന്നിസ ഷെരീഫ്, വൈസ് പ്രസിഡന്റ് ഷിജു ഐസക്, താമരശ്ശേരി തഹസിൽദാർ സി സുബൈർ, താമരശ്ശേരി ഡിവൈഎസ്പി കെ സുശീൽ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് റൂറൽ എസ്.പി കെ.ഇ. ബൈജുവും സംഭവസ്ഥലം സന്ദർശിച്ചു. മായം ചേർക്കാത്ത നാടൻ ഉൽപ്പന്നങ്ങൾ ഹോം ഷോപ്പ് എന്ന പേരിൽ വീടുകളിലെത്തിച്ച് ജീവിത വിജയം കൊയ്ത് ജില്ലയിലെ കുടുംബശ്രീ വനിതകൾ. വിപണനത്തിൽ ബദൽ വികസിപ്പിച്ചെടുത്ത് വിജയകരമായ 15 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഹോം ഷോപ്പ് പദ്ധതിയിലൂടെ ഓഗസ്റ്റിൽ മാത്രം കോഴിക്കോട് ജില്ലയിൽ നടന്നത് 1.10 കോടി രൂപയുടെ കച്ചവടമാണ്. നല്ലത് വാങ്ങുക, നന്മ ചെയ്യുക എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കി പരിശുദ്ധമായ നാട്ടുരുചികൾ വിപണിയിലെത്തിക്കുകയാണ് ഇവർ. ഹോം ഷോപ്പ് ഉടമകൾ, ബ്ലോക്ക് കോഓർഡിനേറ്റർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, മാനേജ്മെന്റ് ടീം തുടങ്ങി വിവിധ തട്ടുകളിലായി 1500-ലധികം പേർക്കാണ് ഉപജീവന മാർഗം തീർക്കുന്നത്. 3 ഉൽപാദന യൂണിറ്റുകളും 7 ഉൽപ്പന്നങ്ങളും 25 ഹോം ഷോപ്പ് ഉടമകളുമായി 2010 ജൂലൈ 29-ന് കൊയിലാണ്ടിയിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇന്ന് 130-ലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. 60-ലധികം ഉൽപാദന യൂണിറ്റുകളും പദ്ധതിക്ക് കീഴിലുണ്ട്. 500ഓളം വനിതകളാണ് വീടുകളിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. വീടുകളിൽ വിൽപ്പന നടത്തുന്നവർക്ക് ശ്രീനിധി എന്ന പേരിൽ സമ്പാദ്യ പദ്ധതിയും നടത്തിവരുന്നു. അംഗങ്ങളുടെ സാമൂഹ്യക്ഷേമവും ജീവിത സുരക്ഷയും ഉറപ്പാക്കി വനിതകളെ സാമൂഹിക സ്വതന്ത്രത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതി സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ്, ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗ പ്രതിരോധം ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷൻ, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി ജലമാണ് ജീവൻ ക്യാമ്പയിന് തുടക്കം. ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ ഇന്നും നാളെയുമായി ജില്ലയിലെ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ നടത്തുകയും ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടമായി സെപ്റ്റംബർ 8 മുതൽ 30 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ വഴിയുള്ള ബോധവൽക്കരണവും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ രസതന്ത്ര ലാബിനോട് ചേർന്ന് ജലഗുണ നിലവാര പരിശോധനാ സംവിധാനം വഴി ജലപരിശോധനയും പരിഹാര പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. സെപ്റ്റംബർ 20 മുതൽ നവംബർ 1 വരെ ജനങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ ജലസ്രോതസ്സുകളിലും ശുചീകരണവും ജലശുദ്ധി ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. REC മുത്തേരി റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി കൾവർട്ട്, ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതുവരെ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് തുറമുഖ പരിധിയിലെ തെക്കേ കടൽപ്പാലത്ത് സമീപത്തെ സ്ഥലത്ത് ലൈസൻസ് വ്യവസ്ഥയിൽ 1 മാസത്തേക്ക് എക്സിബിഷൻ നടത്താൻ പുനഃകൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 1-ന് രാവിലെ 11 വരെ ബേപ്പൂർ പോർട്ട് ഓഫീസിൽ സ്വീകരിക്കും. ഫോൺ 0495-241-4863, 0495-241-4039. കോഴിക്കോട് ജില്ലയിൽ 2013-ലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തുന്നതിനും പഠന റിപ്പോർട്ട്, സാമൂഹിക ആഘാത തരണം ചെയ്യുന്നതിനുള്ള പദ്ധതി എന്നിവ തയ്യാറാക്കുന്നതിനും പ്രവൃത്തി പരിചയമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും പാനൽ തയ്യാറാക്കുന്നതിലേക്കായി അപേക്ഷ ക്ഷണിച്ചു. രേഖകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 10-ന് വൈകിട്ട് 3-നകം ജില്ലാ കളക്ടർ, കളക്ടറേറ്റ്,
കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 673020 വിലാസത്തിൽ അപേക്ഷ നൽകണം. സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐഡിയിലും അപേക്ഷ നൽകാം. ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ UP വിഭാഗം ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 707/2023 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട് വൺ ടൈം വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസാനഘട്ട അഭിമുഖം സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ PSC കോഴിക്കോട് മേഖലാ ഓഫീസിലും മലപ്പുറം ജില്ലാ ഓഫീസുകളിലും നടത്തും. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ 0455237191. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.